ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് റെഡ് ട്രയാങ്കിൾ. ഓരോ റെഡ് ട്രയാങ്കിളിന്റെയും ഏരിയ കണക്കാക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി അവരോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ട്രയാങ്കിൾ, അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ട്രയാങ്കിളിന്റെ ഏരിയ 1 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? വളരെ ഈസിയാണ്. ഈ ട്രയാങ്കിൾ കൃത്യമായിട്ടുള്ള 4 വശങ്ങളാവുന്നുണ്ട്, 4 ട്രയാങ്കിൾ ആവുന്നുണ്ട്. ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഫുള്ള് റെഡ് ട്രയാങ്കിൾ. ഓക്കെ, അത് 4 ആക്കിയതാണ് നമ്മുടെ ഈ ട്രയാങ്കിൾ. അപ്പൊ ഇത് നമ്മളോട് എടുക്കാൻ അവര് പറഞ്ഞതാണ് ആ ക്വസ്റ്റ്യനിൽ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ അവര് പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ ട്രയാങ്കിൾ ഫുൾ ട്രയാങ്കിൾ ഏരിയ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പറയാം, ആദ്യത്തെ ട്രയാങ്കിളിൽ 1 ആണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ 4 കഷ്ണങ്ങളാക്കിയാണ് തുല്യമായിട്ടുള്ളത്. അപ്പൊ ഒരു കഷ്ണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4ൽ 1 ആയിരിക്കും. ഓക്കെ, സോ വെരി ഈസി ആണത്, 4ൽ 1. ഇവിടെ നമ്മൾ ഈ 3 വെച്ചുകൂടെ കുടിച്ച് പോകട്ടെ. ഈ 1/4 ഉപയോഗിച്ച് 1/4 തന്നെ കുടിച്ച് അടുത്ത ആളെ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 1/4 × 1/4, 1 × 1 1, 4 × 4 16, 1/16 ആണോ. അടുത്ത ആളെ കിട്ടാൻ 1/16 × 1/4, 1 × 1 1, 16 × 4, 6 4 2, 4 4 5 6 64. ഓക്കെ, അടുത്ത 3 നിങ്ങൾക്ക് വിട്ടിരിക്കാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ ഗുണിക്കണം. ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. 1/64 × 1/4. ചെയ്യേണ്ടത് 1 × 1 1, താഴെ എഴുതേണ്ടത് 64 × 4. ഓക്കെ, അപ്പൊ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ഇവിടെ എടുത്ത് എഴുതാം × 1/4. ഓക്കെ, അപ്പൊ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം എടുത്ത് എഴുതാം × 1/4. നിങ്ങൾ ചെയ്യാം. യെസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏരിയ ഓഫ് ദ ഓൾ ട്രയാങ്കിൾ. എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടോ? എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളപ്പോ എന്താ ചിന്തിക്കേണ്ടത്? ഇവിടെ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെ ഏരിയ. ഇത് ഒരെണ്ണത്തിനാണ് നമ്മളോട് കണ്ടുപിടിച്ചത്. ആണോ? എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതായത് 3 ട്രയാങ്കിൾ ഇൻറ്റു ഇത് രണ്ടും കൂടി ഗുണിക്കണം. ഇത് രണ്ടും കൂടി ഗുണിക്കണം. 3 × 1/4, 3/4. കണ്ടോ? വെരി ഈസി. 3 × 1/4. മനസ്സിലായോ മക്കളെ? അതായത് ഇവിടെ 3 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ സീക്വൻസിൽ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3, 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. രണ്ടാമത്തെ സീക്വൻസിൽ 1/4 എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 1/4 ആണ്. അപ്പൊ ഇവിടെയുള്ള 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് ഇൻറ്റു ഇത് കിട്ടിയല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ആളെ നമ്മൾ കാണാൻ 9 × 1/16 ചെയ്താൽ മതി. 1/16 × 9, അതായത് 1 × 9 9/16. കണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇത് വെച്ച് തന്നെ ഗുണിച്ചാൽ മതി. Watch full video on my YouTube channel, Sunny Sir.